ഇന്ന് ഞാനൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. പഴംവട. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, അതേപോലെ തന്നെ ഹെൽത്തിയുമാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടി ഞാൻ 2 പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. ഒരു 250 ഗ്രാം ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്, അതും ചേർക്കാം. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര പൊടിച്ച് അത് ചേർക്കണം. ഒരു മുറി തേങ്ങ ചിരവിയെടുത്തിട്ട് അതും അതിലേക്ക് ചേർക്കാം. കുറച്ച് ഏലക്കാപ്പൊടി, പിന്നെ കാഷ്യൂനട്ടും കിസ്മിസും കുറച്ച് നെയ്യിൽ വറുത്തിട്ട് അതും കൂടെ ചേർക്കാം. നമ്മൾ വീട്ടിൽ പഴമൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ തോല് കറുത്തു, നല്ലപോലെ പഴുത്തു പോയി എന്നെല്ലാം പറഞ്ഞിട്ട് കുട്ടികളൊന്നും കഴിക്കില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവരും കഴിച്ചോളും. ഇനി നമുക്ക് ഇതിനെയെല്ലാം ഒന്ന് കുഴച്ച് വയ്ക്കണം. പിന്നെ നമുക്ക് വേണ്ടതാണ് വാഴയില. ഓരോ ചെറിയ വാഴയില എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി അതിലേക്ക് വെച്ച് ജസ്റ്റ് അടയൊക്കെ ഒന്ന് പരത്തുമ്പോൾ ഒന്ന് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇലയുടെ 2 സൈഡും ഉള്ളിലോട്ട് മടക്കി വയ്ക്കാം. ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് പരത്തി മടക്കി വയ്ക്കാം. എന്നിട്ടൊരു ഇഡ്ഡലി പാത്രമോ അല്ലെങ്കിൽ ആവി കയറുന്ന വേറെ എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് ഇതേപോലെ നിരത്തി വെച്ച് നമുക്ക് ഒരു 10 മിനിറ്റെല്ലാം വെച്ച് ആവി കയറ്റിയെടുത്താൽ നമ്മുടെ പഴമട റെഡിയാകും. ഇത് മഴക്കാലമൊക്കെ അല്ലേ, നല്ല ചൂട് ചായയും അടയും സൂപ്പർ ടേസ്റ്റാണ്. അപ്പം പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പഴമട റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചായയും പഴമടയും ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.